സർ, പരമ്പരാഗത സ്വത്തിൽ ആദിവാസി സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്നുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. സാധാരണയായി ഈ വിഭാഗത്തിൽപ്പെടുന്നവരിൽ പുരുഷന്മാർക്കായിരുന്നു ഈ പാരമ്പര്യ സ്വത്തിൽ ഒരു അവകാശം ഉണ്ടായിരുന്നത്. അത് ഇനി മുതൽ സ്ത്രീകൾക്കും തുല്യ അവകാശമുണ്ടെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ആദിവാസി വിഭാഗങ്ങൾക്കിടയിലേക്ക് വന്നിരിക്കുന്ന സുപ്രീം കോടതിയുടെ ഈ ഒരു വിധിയെ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? വളരെ ഇന്ത്യ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് വളരെ ഭംഗിയായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചില വിധികളിൽ ഒരെണ്ണമാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഒരാഴ്ച മുമ്പാണ് കേരള ഹൈക്കോടതി സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന സ്വത്തവകാശ അല്ലെങ്കിൽ സ്വത്തവകാശ നിയമം, പിതൃസ്വത്തുള്ള അവകാശത്തിൻ്റെ നിയമത്തിൽ തടസ്സമായിട്ട് നിന്ന 1975 ഒരു സെക്ഷൻ 30 അതിനെ നീക്കം ചെയ്തുകൊണ്ട് ഒരു വിധി പ്രഖ്യാപിച്ചിരുന്നു. അതായത് മറ്റ് മക്കൾക്കുള്ളതുപോലെ തന്നെ അവകാശം പെൺകുട്ടികൾക്കും ഉണ്ട്, ആൺകുട്ടികൾക്ക് മാത്രമല്ല. അതൊരു പിതൃസ്വത്തിൻ്റെ കേസായിരുന്നു. അപ്പം അതില് കോടതി വളരെ സ്പഷ്ടമായിട്ട് ആ കാര്യം പറഞ്ഞിരുന്നു. ഇന്നലെ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സഞ്ജയ് കരോൾ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ നൽകിയ വിധിക്കകത്ത് ഏറ്റവും സേലിയൻ്റ് ആയിട്ടുള്ള ഒരു വാചകം എന്ന് പറയുന്നത്, ഒരാളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ആചാരങ്ങൾക്ക് അവകാശമില്ല. ഒരു വ്യക്തിയുടെ, അതായത് ഇന്ത്യൻ രാജ്യത്തെ ഇന്ത്യൻ പൗരനെ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ കാണുന്ന ഒരു വിധിയായിട്ട് വേണം ഇതിനെ കാണേണ്ടത്. മതത്തിൻ്റെയോ ഗോത്രവർഗത്തിൻ്റെയോ. ഇന്ത്യയിലെ ഗോത്രവർഗക്കാർക്ക് വളരെ സവിശേഷമായ ആനുകൂല്യങ്ങളൊക്കെ ധാരാളം കിട്ടുന്നവരാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സംരക്ഷിക്കപ്പെടുന്ന ഗോത്രങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലാണുള്ളത്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയിലെ പോലെയുള്ളൊരു സംരക്ഷണ നിയമങ്ങൾ പലയിടത്തും ഇല്ല. ഇന്ത്യയിലാണ് ഏറ്റവും അധികം. അവർക്ക് ഒരേ സമയം തന്നെ ഗോത്ര അനുഷ്ഠാനങ്ങളുടെ ആനുകൂല്യവും ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള ആനുകൂല്യങ്ങളും രണ്ടും കൂടെ നൽകിക്കൊണ്ട് ഒരു പ്രത്യേക സവിശേഷമായിട്ടാണ്. കാരണം നമ്മളുടെ പ്രപിതാമഹന്മാർ എന്ന നിലയിൽ തന്നെയാണ് അവരെ പരിഗണിച്ചു പോകുന്നത്. പക്ഷെ കാലം പുതിയ കാലത്തിലേക്ക് പോവുകയും ഗോത്രവർഗ സമൂഹത്തിൽ നിന്നും ധാരാളം ആളുകൾ പൊതുസമൂഹത്തിലേക്കും മറ്റും എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പല മന്ത്രിമാരും, ഇന്ത്യയുടെ പ്രസിഡന്റ് തന്നെ ഒരു ഗോത്രവർഗക്കാരിയാണ്. പിന്നെ മുമ്പുണ്ടായിരുന്ന നിയമവകുപ്പ് മന്ത്രി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ IT വകുപ്പ് മന്ത്രി റിജു, ഇവരൊക്കെ ഗോത്രവർഗത്തിൽ. ഈ ഓരോ ഗോത്രവർഗത്തിനും സവിശേഷമായ പലവിധ സവിശേഷതകളുണ്ട് അവർക്ക് ഓരോരുത്തർക്കും. കേരളത്തിൽ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആളുകൾ അയിത്തം സൂക്ഷിക്കുന്ന ഗോത്രവർഗക്കാരുണ്ട്. അവരുടെ വീട്ടിൽ പോയില്ല നമുക്ക് ഭക്ഷണം തരില്ല. അവര് എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അവർ വേറെ സ്പേസിൽ ഇരുത്തിയേ നമുക്ക് ഭക്ഷണം തരത്തുള്ളൂ. പല ഗോത്രവർഗക്കാരുടെയും മനകളിൽ അവർ മനാന്നും ഇല്ലം എന്നൊക്കെയാണ് പറയുന്നത്. ആ സ്ഥലങ്ങളിൽ അവര് പ്രവേശനം നൽകില്ല. അപ്പൊ അവരുടെ ഒരു പ്രത്യേക സംസ്കാരവും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. അത് സംരക്ഷിക്കാൻ അവരെ അനുവദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ പൊതു പൗരന്മാർക്കുള്ള നിയമങ്ങൾ കൂടി അവരനുസരിക്കണം, അല്ലെങ്കിൽ അതിന് അവർ വിധേയമാകണം എന്നാണ് കോടതിയുടെ ഈ വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ അകത്ത് കോടതി വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ലിംഗ അസമത്വവും വിവേചനവും ഒഴിവാക്കണം. ഇന്ത്യയിലെ ലിംഗ അസമത്വവും സ്ത്രീകൾക്ക് ലിംഗവിവേചനവും ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഈ വിധി വന്നതെന്നാണ് ജസ്റ്റിസ് സഞ്ജയ് കരോൾ പറയുന്നത്. ഇതിനു മുമ്പ് ഇതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ അതിൻ്റെ കേസിന് പോയവരുടെ അമ്മയ്ക്ക് അവകാശം കിട്ടാൻ വേണ്ടിയിട്ട് മുത്തച്ഛൻ്റെ കാലത്തേക്ക്, അതായത് 2 തലമുറയ്ക്ക് പിന്നിലേക്ക് പോയിട്ടാണ് ഈ കേസ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത.
അപ്പം അവിടെ അമ്മ ഏക സഹോദരിയായിരുന്നു. ബാക്കി 5 സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾക്ക് കൊടുത്തതുപോലെ തുല്യമായ അവകാശം സ്വത്തിൽ ഇവർക്ക് ഉണ്ടാകണം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇതൊരു വലിയ ദീപശിഖയാണ്. ഇത് പോകുന്നത് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മാട്രിയാക്കൽ, അതായത് മാതൃദായ ക്രമം ഏതാണ്ട് അസ്തമിച്ചിരിക്കുകയും ഇന്ത്യയിലെ കുടുംബങ്ങൾ അച്ഛനും അമ്മയും ചേർന്ന കുടുംബങ്ങളായിട്ട് മാറുകയും ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അങ്ങനെയാണ് ഇപ്പോൾ. അല്ലാതെ നമുക്ക് മാതൃസ്വത്തിലോ പിതൃസ്വത്തിലോ മാത്രമായിട്ട് ഒരു സ്റ്റേക്ക് അവകാശം പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് ഇന്ത്യയിലില്ല. അച്ഛനും അമ്മയും മക്കളും കൂടെ ചേർന്ന ഒരു കുടുംബമായിട്ടാണ് ഇന്ത്യൻ കുടുംബങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ സ്വത്തവകാശം, അതായത് അച്ഛൻ സമ്പാദിച്ചതായാലും അമ്മ സമ്പാദിച്ചതായാലുമായ സ്വത്ത് മക്കൾക്ക് തുല്യമായ അവകാശത്തിൽ ലഭിക്കണം. ഇത് ദൂരവ്യാപകമായ പല പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും. പല പഴയ കോഡുകളും തിരുത്തി എഴുതപ്പെടേണ്ടി വരും. അപ്പോൾ ഇതിന്റെ ഒരു ശരിക്കുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ പറയുന്ന മക്കൾക്ക് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കുടുംബ സ്വത്ത്, കൂട്ടുകുടുംബമൊക്കെ അസ്തമിച്ചതിന് ശേഷം മക്കൾക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ലഭ്യമാകേണ്ട അവകാശത്തെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പരിഷ്കരണം ആദ്യം ഹിന്ദു കോഡിന്റെ റീഡെഫിനിഷനിലൂടെ 52കളിൽ തന്നെ വന്നു കഴിഞ്ഞു. അത് ഓരോ വർഷവും അതിൻ്റെ അകത്ത് തന്നെ പലവിധ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ നടന്ന് അത് വളരെ പരിഷ്കരിച്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഈ ഗോത്രവർഗക്കാരുടെ വിഷയം കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇന്ത്യ ഒരു ആധുനിക ലോകത്തിന് ചേർന്ന വിധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് സംബന്ധിച്ച്, സ്വത്തവകാശ നിയമം സംബന്ധിച്ച് പല തർക്കങ്ങളിൽ നിലനിൽക്കുന്ന ഇന്ത്യയിൽ ആ ഒരു ദിശയിലേക്ക് പോകാൻ ഇതര സമുദായങ്ങളും മതങ്ങളും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ ഭാവി തലമുറയെ സംബന്ധിച്ചോളം അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്.